കേരളം വളരുമ്പോൾ പാലാ തളരുകയാണെന്നും പാലാ എംഎൽഎയുടെ അനാസ്ഥയും അലംഭാവവും നിഷ്ക്രിയത്വവും മൂലം പാലായ്ക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായും എൽഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പുതിയ പദ്ധതികളൊന്നുമില്ലാത്ത ഏക മണ്ഡലമായി മാറിയിരിക്കുകയാണ് പാല. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന് ഒരു പദ്ധതിയും നാടിന് സമർപ്പിക്കാനായില്ല. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൻ വികസന കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ പാലാ നിയോജക മണ്ഡലം വികസന പിന്നോക്കാവസ്ഥയിലാണെന്ന് എൽഡിഎഫ് ആരോപിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 5 വർഷമായി വികസന രംഗത്ത് പുറകോട്ട് പോവുകയാണ്. അതിൻ്റെ കാരണം സ്ഥലം എംഎൽഎ ആണെന്ന് പറയാതിരിക്കാൻ തരമില്ല. നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതി പുറകെ നിന്ന് ഞങ്ങൾ സാധാരണ പറഞ്ഞിങ്ങനെ AS, TS, SS അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട്, സ്പെഷ്യൽ സാങ്ഷൻ ഉണ്ട്, ടെൻഡർ സാങ്ഷൻ ഉണ്ട്, ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട്. ഇതെല്ലാം ജനപ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പറായാലും ശരി, MP ആയാലും ശരി, MLA അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അതെല്ലാം മേടിച്ച് ടെൻഡർ സാങ്ഷൻ മേടിച്ച് പണി കരാർ ഏൽപ്പിച്ച് ആ കരാർ പണി നടത്തുന്നുണ്ടോ അതിൻ്റെ ക്വാളിറ്റി നോക്കി അങ്ങനെയാണ് എല്ലാ ജനപ്രതിനിധികളും ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നില്ല എന്നൊന്നും അറിയത്തില്ല. പാലായിൽ അനുവദിക്കപ്പെട്ട ബഡ്ജറ്റിൽ ഉൾപ്പെടെ അനുവദിക്കപ്പെട്ട പദ്ധതികൾ പാലായിൽ ഇംപ്ലിമെൻ്റ് ആകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി MLAയുടെ ശ്രമമായി ഒരു പുതിയ വികസനം പാലായിലില്ല. ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ എന്ത് രാജ്യത്തും ചെയ്യാം. തുക അനുവദിച്ച് ഭരണാനുമതി നൽകിയ നിരവധി പദ്ധതികൾ വിശദമായ എസ്റ്റിമേറ്റ്, സാങ്കേതിക അനുമതി, ടെൻഡർ, കരാർ നൽകൽ എന്നിവ പൂർത്തിയാക്കി നിർമ്മാണം നടത്തി ജനങ്ങൾക്ക് സമർപ്പിക്കേണ്ടതിന് പകരം അലംഭാവത്തോടും നിഷ്ക്രിയത്വത്തോടും കൂടിയാണ് പാലായുടെ ജനപ്രതിനിധി പെരുമാറുന്നതെന്നും ആക്ഷേപമുയർന്നു. മുൻ മന്ത്രി KM മാണിയുടെ കാലത്ത് സർവ്വമേഖലകളിലും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഭാവിയെ കണ്ട് വിഭാവനം ചെയ്ത് നടപ്പാക്കിയിരുന്നു. അദ്ദേഹം തുടങ്ങിവെച്ച പദ്ധതികളിൽ പലതും തടസ്സപ്പെടുത്തുന്നതിനും പൂർത്തീകരിക്കാതിരിക്കുന്നതിനുമുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഫ്ലെക്സ് വെക്കുന്നതല്ലാതെ അതിനകത്ത് യാതൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. എന്നാൽ ഗവൺമെൻറ് പരിപാടി വരുമ്പോൾ മുഖ്യമന്ത്രി നടപ്പിലാൻ വെച്ചാൽ ഫ്ലെക്സ് വെക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്ത് നടപ്പിലാകുന്നില്ല. ബഡ്ജറ്റ് പ്രപ്പോസൽ കൊടുക്കുന്ന ആൾ ആ ബഡ്ജറ്റ് വായിക്കുമ്പോൾ അവിടെ കാണണ്ടേ. പലപ്പോഴും പാലായിലെ MLA അദ്ദേഹത്തിന് കിട്ടുന്ന സമയം മറ്റൊരാൾക്ക് കൊടുക്കുക നമ്മൾ മനസ്സിലാവുന്നത് അദ്ദേഹമില്ല. അടുത്ത ഏറ്റവും നോട്ടിയുടെ കാര്യം, ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിന് സ്ഥലം MLA അവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ബഡ്ജറ്റ് എന്തിനാണ് ഞാൻ അവിടെ കാണുന്നതായി ചോദിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായി നാടിന്റെ വികസന കാര്യങ്ങൾ പാടെ അവഗണിച്ച് സ്വന്തം വീഴ്ചകൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. MLA മണ്ഡലത്തിന്റെ വികസനത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ കുറച്ചുകൂടി താല്പര്യം കാണിക്കണമെന്നൊരു അഭിപ്രായമാണ് LDFിനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു കടറേമാകൻ പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട കാര്യം എത്രയോ നാളുകളായി പ്രശ്നം നിൽക്കുന്നു. അതുപോലെ തന്നെ പ്രളയകാലത്ത് മൂന്നരവിലെ കടപ്പുഴ പാലം ഈ പറഞ്ഞ പോലെ അതും 4 കോടി 30 രൂപ 30 ലക്ഷം അനുവദിച്ചത് ഫ്ലെക്സ് വെച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. MLAയുടെ നിഷ്ക്രിയത്വത്തിനും അലംഭാവത്തിനും വികസന വിരുദ്ധ സമീപനത്തിനും വാഗ്ദാന ലംഘനത്തിനും അസത്യ പ്രചരണത്തിനുമെതിരെ പാലായിൽ മഹാസമ്മേളനവും പഞ്ചായത്ത് തലത്തിൽ പൊതുയോഗവും ഉടൻ സംഘടിപ്പിക്കും. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ബൈപ്പാസ് റോഡ്. വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് ആ ബൈപ്പാസ് റോഡിൻ്റെ പ്രാധാന്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ തരത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം വലിയ വലിയ കുറവുകൾ. സർക്കാർ ഫണ്ട് ഇഷ്ടം പോലെ ഓരോ പദ്ധതിക്കും ഫണ്ടുണ്ട്. ആ ഫണ്ട് ആവശ്യമായുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കി വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് MLA ആണ്. LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, LDF നിയോജക മണ്ഡലം കൺവീനർ ബാബു K. ജോർജ്, ലാലിച്ചൻ ജോർജ്, PM ജോസഫ്, ടോബിൻ K. ലക്സ്, PK. ഷാജകുമാർ, ബെന്നി മൈലാടൂർ, KS രമേശ് ബാബു, രാജൻ ആരംപുളിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.